cement, a well-proportioned mixture of calcareous and argillaceous material when burned and crushed to the fine powder is known as cement. Cement എന്ന് പറയുന്നത് കാൽക്കറീഷ്യസും ആർജിലിയസുമായിട്ടുള്ള മെറ്റീരിയൽസ് തമ്മിൽ ചൂടാക്കി അതിനെ പൊടിച്ച് കിട്ടുന്ന തരിതരിയായിട്ടുള്ള പൗഡർ രൂപത്തിലുള്ളതിനെയാണ് നമ്മൾ സിമെന്റ് എന്ന് പറയുന്നത്. സിമെന്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ അനുപാതത്തിൽ കാൽക്കറീഷ്യസ് മിക്സ്ചറും പിന്നെ ആർജിലിയസ് മെറ്റീരിയൽസും എല്ലാം കൂടെ ചേർന്ന് അതിനെ ചൂടാക്കി പൊടിച്ച് എടുക്കുന്ന തരിതരിയായിട്ടുള്ള രൂപത്തെയാണ് സിമെന്റ് എന്ന് പറയുന്നത്. എ വെൽ പ്രപ്പോർഷൻഡ് മിക്സ്ചർ ഓഫ് കാൽക്കേറിയസ് ആൻഡ് ആർജിലിയസ് മെറ്റീരിയൽ when burned and crushed to the fine powder is known as cement. Following are the main constituent of cement whose percentage is given below. അപ്പോൾ സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈം CaO, calcium oxide, percentage 60 to 67%. Sand 17 to 25%. Alumina 3 to 8%. Iron oxide 0.5 to 5%. Magnesium 0.1 to 4%. Sulfur dioxide 1 to 2.75%. Soda and potash 0.5 to 1%. അപ്പോൾ സിമെന്റിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈം 60 to 67%, sand 17 to 25%, alumina 3 to 8%, iron oxide 0.5 to 5%, magnesium oxide 0.1 to 4%, sulfur dioxide 1 to 2.75%, soda and potash 0.5% to 1%. ഇതിനിടയിലുള്ള വാല്യൂസ് ആയിരിക്കും ഈ സിമെന്റിൽ ചേർക്കുന്നത്. മാനുഫാക്ചർ ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സാധാരണ സിമെന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ്. There are two methods of manufacturing the ordinary Portland cement. അപ്പോൾ സാധാരണ സിമെന്റ് രണ്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ഡ്രൈ പ്രോസസ്, രണ്ടാമത്തത് വെറ്റ് പ്രോസസ്സ്. അപ്പോൾ സിമെന്റ് തയ്യാറാക്കുന്നത് രണ്ട് തരത്തിലാണ്, ഡ്രൈ പ്രോസസ്സിലൂടെയും വെറ്റ് പ്രോസസ്സിലൂടെയും. അതിലെ ഫസ്റ്റ് വൺ ഡ്രൈ പ്രോസസ്. Dry process. In this method, the raw materials are first ground to powder in tube mills separately and stored in separate storage bins. ആദ്യം അസംസ്കൃത വസ്തുക്കളെല്ലാം ഓരോരോ ടിന്നിലാക്കി സെപ്പറേറ്റ് ചെയ്ത് പൗഡർ രൂപത്തിലാക്കി സെപ്പറേറ്റ് ചെയ്ത് ബിന്നിൽ സൂക്ഷിച്ചു വെക്കുകയും ആഫ്റ്റർ ദിസ് ദ റിക്വയർഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആർ ദെൻ മിക്സഡ് ഇൻ പ്രോപ്പർ പ്രൊപ്പോർഷൻ ടു ഒബ്റ്റെയിൻ എ റാ മിക്സ്. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ആവശ്യമായ അനുപാതത്തിൽ ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്ത് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദിസ് മിക്സ്ചർ ഈസ് ചെക്ക്ഡ് ആൻഡ് ഇഫ് റിക്വയർഡ് necessary corrections is made to the required proportion in dry state.
അത് ആ ഡ്രൈ സ്റ്റേറ്റിൽ വെച്ച് തന്നെ ആവശ്യമുള്ള കെമിക്കൽസ് എല്ലാം ചേർത്ത് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്ത് കറക്ഷൻസ് എന്തുണ്ടെങ്കിലും അത് മാറ്റിയതിന് ശേഷം ഡ്രൈ സ്റ്റേറ്റിൽ തന്നെ നിശ്ചിതമായ അനുപാതത്തിൽ ചേർത്തെടുക്കുന്നതാണ് ഡ്രൈ പ്രോസസ് എന്ന് പറഞ്ഞാൽ. ദ raw mix is then fed into the rotary kiln into the form of a fine powder. വീണ്ടും ഈ റാ മിക്സുകളെല്ലാം കൂടെ റോട്ടറി കില്ലിനകത്തിട്ട് തീരെ നല്ല പൗഡർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. ഒന്നുകൂടെ ഡ്രൈ പ്രോസസ്സ് സിമന്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമന്റ് തയ്യാറാക്കുന്നതിൽ ഫസ്റ്റ് പ്രോസസ്സാണ് ഡ്രൈ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡ്രൈ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം കൂടെ എടുത്ത് നന്നായി ട്യൂബ് മിൽസിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ പൊടിച്ച് ഓരോരോ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കുന്നു. സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ആവശ്യം വരുന്ന സമയത്ത് അതാത് പ്രൊപ്പോർഷൻ അനുസരിച്ച് ഈ മിക്സ്ചറുകളെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റുകളെല്ലാം മിക്സ് ചെയ്ത് ശരിയായ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയും എന്നിട്ട് കെമിക്കൽ കമ്പോസിഷൻ ഇതിലെന്തെങ്കിലും എല്ലാം കൂടെ ചേർക്കുമ്പോൾ അതിലെന്തെങ്കിലും രാസപ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ ആ ഡ്രൈ സ്റ്റേറ്റിൽ വെച്ച് തന്നെ അതിനെ കറക്റ്റ് പ്രൊപ്പോർഷനിലാക്കി. ഇപ്പോൾ ചിലപ്പോൾ ചേർക്കുന്നത് മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് കൂടുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ആ രാസപ്രവർത്തനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള വ്യത്യാസമെല്ലാം മാറ്റി അതിനെ വീണ്ടും റോ മിക്സിലേക്കാക്കി എന്ത് ചെയ്യുന്നു, പൗഡർ രൂപത്തിലേക്ക് മാറ്റുന്നു. ഇനി വെറ്റ് പ്രോസസ് ദ മാനുഫാക്ചർ ഓഫ് സിമന്റ് ബൈ വെറ്റ് പ്രോസസ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. വെറ്റ് പ്രോസസ്സിൽ തന്നെ 3 പാർട്സുകളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിക്സിംഗ് ഓഫ് റാ മെറ്റീരിയൽ, ബേണിംഗ്, ഗ്രൈൻഡിംഗ്. Mixing of raw materials, burning, grinding. The first part in the manufacturing of cement is mixing of raw materials. First part എന്ന് പറയുന്നത് സിമന്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. Clay which contains small quantity of sand, iron oxide, magnesium and chalk are taken in the ratio of 3:1. And are crushed, grounded and mixed in such a way that there are no lumps remain in the mixture. ആദ്യം കളിമണ്ണും എല്ലാ കോൺസ്റ്റിറ്റ്യൂന്റും എടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ കളിമണ്ണിൽ തന്നെ അതിൽ ചെറുതായിട്ട് സാൻഡ്, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ എന്നീ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാ അനുപാതം 3:1 എടുത്ത് അതിനെ നന്നായി പൊടിച്ച് മിക്സ് ചെയ്യുന്നു. അതിനകത്ത് നോ ലംസ്, വേറെ വേസ്റ്റുകളൊന്നും ഇല്ലാതെ അത് മിക്സ് ചെയ്തെടുക്കുകയും ദിസ് പ്രോസസ് ഈസ് യൂഷ്വലി ഡൺ ബൈ ക്രഷിംഗ് മിൽ ആൻഡ് ക്യാരിഡ് ബൈ വാട്ടർ വേർ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ഗെറ്റ് സെറ്റിൽഡ് ഫോർ വീക്സ്. ഇതിനെ ക്രഷിംഗ് മില്ലിലേക്ക് ഇട്ട് അതിൽ കൂടെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ആഴ്ചകളോളം ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയും ആഫ്റ്റർ ഇറ്റ് ഈസ് സെറ്റിൽഡ് ദ വാട്ടർ ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ദ സ്ലറി ഇൻ ഡ്രൈഡ് ഇൻ ആൻ ഓവൻ. അപ്പോൾ ഈ പൊടിച്ച് കിട്ടുന്നതിനെ, ഈ വെള്ളം കൂടെ ചേർത്ത് വെറ്റ് കണ്ടീഷനിൽ പൊടിച്ച് കിട്ടുന്നതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ഓവനിലേക്ക് കയറ്റി അതിനെ ഉണക്കിയെടുക്കുന്നു, ഡ്രൈഡ് ആയിട്ട് എടുക്കുന്നു. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബേണിംഗ് ഈസ് ഡൺ ഇൻ റോട്ടറി കിൽൻസ്. ബേണിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോട്ടറി കിൽൻ ആണ് ഉപയോഗിക്കുന്നത്. ബേണിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബേണിംഗ് എന്തിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റോട്ടറി കിൽൻസ് ആണ്. റോട്ടറി കിൽൻ എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്.
റോട്ടറി കിൽൺ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 20 മുതൽ 40 മില്ലിമീറ്റർ തിക്നെസ്സിലും പിന്നെ 90 to 120 മീറ്റർ നീളത്തിലുമുള്ള 3 to 4 മീറ്റർ ഡയമീറ്ററിലുമുള്ള ഒരു ഉപകരണമാണ് ഇത് റോട്ടറി കിൽൺ എന്ന് പറയുന്നത്. ദി kiln is inclined at a slope of 1 in 20 to 1 in 25 and mounted on a roller bearings supported by a masonry or cement concrete pillars. ഒന്നുകിൽ ഇത് ഈ റോട്ടറി കിൽണിനെ ചരിച്ച് ഇൻക്ലൈൻഡ് പൊസിഷനിൽ ഏകദേശം 20 ഡിഗ്രിയിലോ അല്ലെങ്കിൽ 25 ഡിഗ്രിയിലോ ചരിച്ച് കോൺക്രീറ്റ് പില്ലേഴ്സിലാണ് ഈ ഇൻസ്ട്രുമെന്റ് പ്ലേസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ് പ്ലേസ് ചെയ്തതിനു ശേഷം the corrected refractory lining is provided inside the kiln. കിൽണിനകത്ത് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ അതാത് ഘട്ടങ്ങളായിട്ട് ഓരോ ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. The corrected slurry is fed into the kiln at higher end. അതിന്റെ ഫസ്റ്റ് പോർഷൻ ഓരോ പോർഷനെ 3 പോർഷനായിട്ട് തിരിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ഹയർ എൻഡിൽ ഈ നമുക്ക് മിക്സിംഗ് ചെയ്തപ്പോൾ കിട്ടിയ സ്ലറിയെ സെറ്റ് ചെയ്യുകയും the corrected slurry is fed into the kiln at the higher end. At the lower end, a flame is produced by injecting the powdered coal with a blast of air through a pipe. അതുകൂടാതെ അതിൻ്റെ ലോവർ എൻഡിൽ തീ കൊടുക്കുകയും അതിനെ പോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ആ പൈപ്പിലൂടെ തീ കയറ്റി വിടുന്നു. അത് എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് ചോദിച്ചാൽ 1500 ഡിഗ്രി മുതൽ 1650 ഡിഗ്രി സെൽഷ്യസ് വരെ ഏകദേശം അതിൻ്റെ അപ്പർ എൻഡിലേക്ക് 250 ഡിഗ്രി സെൽഷ്യസിലേക്ക് തീ താപനില കടത്തിവിടുകയും at the upper end known as evaporation zone. അപ്പോൾ അങ്ങനെ അത് മേലിലേക്ക് വരുമ്പോൾ ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് റോട്ടറി കിൽണിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇവാപറേഷൻ സോൺ എന്ന് പറയുന്നത്. ദ വാട്ടർ ഓഫ് സ്ലറി ഈസ് ഇവാപറേറ്റഡ് ആൻഡ് മെറ്റീരിയൽ സ്റ്റിക്സ് ടു സൈഡ് ഫോമിങ് ഫ്ലേക്സ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം എന്തെങ്കിലും ഇവാപറേഷൻ സോണിൽ എല്ലാ വെള്ളവും പോയി സ്ലറിയിൽ നിന്ന് ജലാംശമെല്ലാം നിരാവിയായി പോയതിനു ശേഷം ആ മെറ്റീരിയൽസ് മാത്രം നിൽക്കുകയും ദ സെൻട്രൽ പോർഷൻ ഓഫ് ദ കിൽൻ ഈസ് കാൾഡ് കാൽസിനേഷൻ സോൺ. ഇതിനെ റോട്ടറി കിൽണിൻ്റെ സെൻട്രൽ പോർഷനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ സോൺ എന്ന് പറയുന്നത്. ഈ ഫ്ലേക്കിനെ ഡ്രൈ ആയിട്ടുള്ള ഫ്ലേക്സിനെ കൊണ്ട് ഫ്ലേക്സ് ഓഫ് സ്ലറിയെ ഈ ഓരോ കാൽസിനേഷൻ സോണിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇവാപറേറ്റഡ് ആൻഡ് സ്മാൾ നൊഡ്യൂൾസ് ആർ ഫോംഡ്. കാർബൺ ഡൈ ഓക്സൈഡ് പോയതിനു ശേഷം ചെറിയ ചെറിയ നൊഡ്യൂൾസുകളാക്കി മാറ്റുന്നു. നൊഡ്യൂൾസുകൾ രൂപപ്പെടുന്നു. When these nodules reach the bottom position called the burning zone. ഈ നൊഡ്യൂൾസുകൾ ഏറ്റവും താഴെയുള്ള സോണിലേക്ക് വരികയും അതിനെ ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ബേണിംഗ് സോൺ എന്ന് പറയുന്നത്. These are converted into hard stone called clingers. അപ്പോൾ ഈ ചെറിയ ചെറിയ നൊഡ്യൂൾസ് എന്താണ് നല്ല ഉറച്ച കല്ലുകൾ പോലെ വരും. ആ കല്ലുകൾ പോലുള്ള രൂപത്തെ വിളിക്കുന്ന പേരാണ് ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. These clingers are passed through a rotating cylinder for cooling and then stored in a storage tank. ഇതിനെ ഈ ക്ലിങ്കേഴ്സിനെ റോട്ടറി സിലിണ്ടറിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയും അതിനെ തണുപ്പിച്ച് ഓരോരോ ടാങ്കുകളിലായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ബൈ ദ യൂസ് ഓഫ് എലിവേറ്റേഴ്സ് റോട്ടറി അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനെ എന്ത് ചെയ്യുന്നു, ഉയർത്തുകയോ താഴ്ത്തുകയോ റോട്ടറി കിൽണിനെ ഉയർത്തി വെച്ച് വേണം ചെയ്യാൻ. അടുത്ത മൂന്നാമത്തെ പ്രോസസ്സാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ ക്ലിങ്കേഴ്സ് രൂപത്തിലുള്ള പോർഷനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ദ പ്രോസസ്സേഴ്സ് ക്ലിങ്കേഴ്സ് ആർ ഗ്രൈൻഡ് ടു എ ഫൈൻ പൗഡർ. ആ ക്ലിങ്കേഴ്സിനെ ചെറിയ ചെറിയ പൗഡർ രൂപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തരികളാക്കി മാറ്റുക. ദിസ് വർക്ക് ബൗൾ മെത്തേഡ് ആൻഡ് ട്യൂബ് മിൽസ് ആർ യൂസ്ഡ്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വർക്ക് ബൗൾ മെത്തേഡ് അല്ലെങ്കിൽ ട്യൂബ് മില്ലാണ് ഉപയോഗിക്കുന്നത്. എയർ സ്ലേക്കിംഗ് ഈസ് ദെൻ ഡൺ ടു ദി പൗഡർ ബൈ സ്പ്രെഡിങ് ഇറ്റ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ അതിൽ വായു കടന്നു ചെല്ലുന്നത് കൊണ്ട് ഈ പൗഡർ എല്ലാം എന്ത് ചെയ്യുന്നു, തറകളിലും മറ്റ് അന്തരീക്ഷത്തിലൊക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു. ടു ഇംപ്രൂവ് ഇറ്റ്സ് ക്വാളിറ്റി 5% ജിപ്സം ഓഫ് സിമൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ആഡഡ് ടു ഇറ്റ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടുന്ന ഗുണമേന്മ കുറച്ചുകൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 5%
സിമെന്റിൽ ജിപ്സം കൂടെ കുറച്ച് ആഡ് ചെയ്തെടുക്കുക. ജിപ്സം ഈസ് റീട്രാക്റ്റഡ് വിച്ച് ഡിലേസ് ദ സെറ്റിംഗ് ആക്ഷൻ ഓഫ് സിമെന്റ്. അപ്പോൾ ജിപ്സം ചേർക്കുന്നത് കൊണ്ട് സിമെന്റിന്റെ സെറ്റിംഗ് ടൈം കുറയ്ക്കാൻ സഹായിക്കുന്നു. ദിസ് ഫൈനലി ഗ്രൗണ്ട് സിമെന്റ് ഈ സ്റ്റോർഡ് ഈ സോയിൽസ്. ബാക്കി കിട്ടുന്ന ആ സിമെന്റിനെ മണ്ണിൽ സൂക്ഷിച്ചതിന് ശേഷം and then weighed and packed in bags by automatic machines. ഇങ്ങനെ ഓട്ടോമാറ്റിക് മെഷീൻസിൽ കയറ്റി ബാഗുകളിലായിട്ട് കറക്റ്റ് ഒരു ബാഗിനകത്ത് 50 കിലോഗ്രാം തൂക്കത്തിൽ ഓരോ ബാഗുകളിലായിട്ട് ഈ സിമെന്റ് നിറയ്ക്കുന്നു. ഇനി സിമെന്റിന്റെ സിമെന്റ് ഉണ്ടാക്കുന്നതിന്റെ വെറ്റ് പ്രോസസ്സിലെ ഫ്ലോ ഡയഗ്രം ചാർട്ട് ഉണ്ട്. ഫ്ലോ ഡയഗ്രം ചാർട്ട് നോക്കാം. Flow diagram for cement manufacture. In wet process. Flow diagram of calcareous materials. First one, calcareous materials. Calcareous materials. The other material, calcareous materials എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലൈംസ്റ്റോൺ ആണ്. ലൈംസ്റ്റോൺ, ആർജിനിയസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ കളിമണ്ണാണ്. ആർജിനിയസ് argillaceous calcareous materials limestone. argillaceous materials എന്ന് പറഞ്ഞാൽ clay ആണ്. clay. ഫസ്റ്റ് ഈ രണ്ട് പ്രോസസ്സ് എടുത്തു, എന്നിട്ട് അതിനെ ഈ ലൈംസ്റ്റോണിനെ ക്രഷ് ചെയ്യുന്നു. ലൈംസ്റ്റോൺ ക്രഷ് ചെയ്യുന്നു. അതേസമയം ആർജിലേഴ്സ് മെറ്റീരിയൽസ് വാഷ് ചെയ്തെടുക്കുന്നു, വാഷിംഗ് ചെയ്യുന്നു. ക്രഷ് ചെയ്തതിൽ നിന്ന് അതിലെ സോയിൽസ് അപ്പോഴത്തേക്കും ആർജിലേഴ്സ് മെറ്റീരിയൽസിനെ സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് മാറ്റുന്നു. സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് മാറ്റി ഇതിനെ ഈ രണ്ട് മിക്സ്ചറിനെയും കൂടെ ഒരുമിച്ച് ഹോപ്പറിൽ എന്ന് പറഞ്ഞാൽ വെറ്റ് ഗ്രൈൻഡിങ് മില്ലിലേക്ക് ചേർക്കുന്നു. വെറ്റ് ഗ്രൈൻഡിങ് മില്ലിൽ ചേർത്തിട്ട് അതിൽ നിന്ന് ഫോർമേഷൻ ഓഫ് സ്ലറി ഉണ്ടാക്കി അതിനെ വീണ്ടും കറക്ഷൻ ടാങ്കിലേക്ക് മാറ്റി അതിന് വീണ്ടും എന്ത് ചെയ്യുന്നു, സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നു. അതിനെ വീണ്ടും പമ്പ് ചെയ്ത് റോട്ടറി കില്ലിലേക്ക് വരുമ്പോഴത്തേക്കും പോളോ അല്ലെങ്കിൽ ക്രഷിംഗ് മില്ലിലൊക്കെ കൊടുത്ത് ക്ലിങ്കേഴ്സ് രൂപപ്പെട്ടതിന് ശേഷം ക്ലിങ്കർ കോളറിലേക്ക് മാറ്റി ജിപ്സം കൂടെ ആഡ് ചെയ്തു. ഗ്രൈൻഡിങ് ബോൾസ് മില്ലിലിട്ട് അതിനെ വീണ്ടും ട്യൂബ് മിൽസിലൂടെ വന്നു. പിന്നെ സിമെന്റ് സോയിൽസ് ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്ത് ഡെസ്പാച്ച് ചെയ്യുന്നു. ഇത്രയുമാണ് ഫ്ലോ ഡയഗ്രാം ഫോർ സിമെന്റ് മാനുഫാക്ചറിങ് വെറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ ടൈപ്സ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സിമെന്റും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സിമെന്റും ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ സിമെന്റിന്റെ വെറ്റ് പ്രോസസ് ഒന്നുകൂടെ പറയാം. മാനുഫാക്ചർ ഓഫ് സിമെന്റ് ബൈ വെറ്റ് പ്രോസസ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. 3 പാർട്സ് ആണുള്ളത്. മിക്സിംഗ് ഓഫ് റാ മെറ്റീരിയൽസ്, ബേണിംഗ്, ഗ്രൈൻഡിങ്. റാ മെറ്റീരിയൽസ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യമുള്ള പാർട്സുകൾ അതായത് പ്രൊപ്പോർഷനിൽ എടുക്കുക. സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സാൻഡ്, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ,
ക്ലേ ഇതെല്ലാം മിക്സ് ചെയ്ത് റേഷ്യോ എന്ന് പറയുന്നത് ഇതെടുക്കുന്ന, അതായത് കാൽക്കേരീഷ്യസ് മെറ്റീരിയലും ആർജിലിയസ് മെറ്റീരിയൽസും എടുക്കുന്ന പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 3:1 ആണ്. എടുത്ത് അതിനെ ക്രഷ് ചെയ്ത് മിക്സ് ചെയ്യുന്നു. അതിനെ സ്ലംസ് അഴുക്കുകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് ആ പ്രോസസ്സിനെ ക്രഷിംഗ് സൈഡിലേക്ക് മാറ്റി കുറേ ആഴ്ചകളിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് അതിനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നു. സെറ്റിൽ ആയതിനു ശേഷം അതിനെ ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഓവനിലേക്ക് ഉണങ്ങാൻ വേണ്ടി ഒരു ഓവനിലേക്ക് മാറ്റി ചെയ്യുന്നു. അതിനുശേഷം ചെയ്യുന്ന പ്രോസസ്സാണ്, രണ്ടാമത്തെ പ്രോസസ്സാണ് ബേണിംഗ് എന്ന് പറയുന്നത്. ബേണിംഗ് ഈസ് ഡൺ ഇൻ റോട്ടറി കിൽസ്. ബേണിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് റോട്ടറി കിൽ എന്ന് പറയുന്നത്. ആ റോട്ടറി കില്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 20 മുതൽ 40 മില്ലിമീറ്റർ തിക്നെസ്സിലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണത്. അത് നീളം എന്ന് പറയുന്നത് 90 മുതൽ 120 മീറ്റർ വരെയും. പിന്നെ അതിന്റെ ഡയമീറ്റർ അത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ഡയമീറ്റർ 3 to 4 മീറ്റർ ഡയമീറ്റർ ആയിരിക്കും. ഇത് ഒരു കോൺക്രീറ്റ് പില്ലേഴ്സിൽ ഇതിനെ ചരിച്ചാണ് വെച്ചിട്ടുള്ളത്. അത് 25 ഡിഗ്രിയിലോ അല്ലെങ്കിൽ 20 ഡിഗ്രിയിലോ ചരിച്ചാണ് ഈ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നതിനായിട്ട് 3 ഭാഗങ്ങളായിട്ട് ലൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. The corrected slurry is fed into the kiln at the higher end. ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ മെറ്റീരിയൽസ് സ്ലറി ആക്കി വെച്ചിരിക്കുന്ന ഫസ്റ്റ് പോർഷനിലെ റാ മെറ്റീരിയൽസ് എല്ലാം ചേർത്ത് സ്ലറി ആയിട്ടുള്ളതിനെ എടുത്ത് കില്ലിൻ്റെ ഹയർ എൻഡിലേക്ക് ഇടുകയും ഹയർ എൻഡിലിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഫ്ലെയിം കൊടുത്ത് ഏകദേശം 1500 അല്ലെങ്കിൽ 1650 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ ഫ്ലെയിം കൊടുത്ത് ചൂടാക്കി അതിനെ വീണ്ടും അപ്പർ എൻഡ് നോൺ ആസ് ഇവാപറേഷൻ സോൺ, കില്ലിൻ്റെ ഏറ്റവും മുകളിലത്തെ സോണിലേക്ക് വരുന്നു. അതിനെ ഇവാപറേഷൻ സോൺ എന്നാണ് പറയുന്നത്. അവിടെ നിന്നും ആ ഫ്ലെയിം ഡ്രൈ ആയിട്ടുള്ള പോർഷനിൽ നിന്നും എന്താണ് ജലാംശമെല്ലാം ജലാംശം എല്ലാം ഡ്രൈ ആയി പോയിട്ട് ഫ്ലേക്ക് രൂപത്തിലേക്ക് വരുന്നു. ഈ ഫ്ലേക്ക് പോർഷനെ the central portion of the kiln is called calcination zone. അപ്പോൾ കില്ലിൻ്റെ റോട്ടറി കില്ലിൻ്റെ സെൻട്രൽ പോർഷനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ സോൺ. അവിടേക്ക് കൊണ്ടുവരികയും ഈ സ്ലറിയെ കാൽസിനേഷൻ സോണിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഇവാപറേറ്റ് ചെയ്ത് ചെറിയ ചെറിയ നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ നൊഡ്യൂൾസിനെ വീണ്ടും ബേണിംഗ് സോണിലേക്ക്, അതായത് ബോട്ടം സോൺ, റോട്ടറി കില്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബേണിംഗ് സോൺ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവരികയും അവിടെ നിന്നും അതിനെ ഹാർഡ് സ്റ്റോൺ ആയിട്ട്, ആ ഹാർഡ് സ്റ്റോണിനെ വിളിക്കുന്ന പേരാണ് ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. These clingers are passed through a rotating cylinder on cooling. ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ ക്ലിങ്കേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് തണുപ്പിച്ച് അതിനെ ഓരോ ടാങ്കുകളിലായിട്ട് സൂക്ഷിച്ചു വെച്ച് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ആണ്. ഈ ക്ലിങ്കേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്ത് ചെറിയ ചെറിയ പൗഡർ രൂപത്തിലേക്ക്, അത് ചെയ്യുന്നതിന് ഒന്നുകിൽ ബാൾ മെത്തേഡ് അല്ലെങ്കിൽ ട്യൂബ് മില്ലാണ് ഉപയോഗിക്കുന്നത്. എയർ സ്ലാക്കിംഗ് ഈസ് ദൺ ദിസ് പൗഡർ ബൈ സ്പ്രെഡിങ് ഓൺ ദ ഫ്ലോർ. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, വായുവിലൂടെ കലർന്ന് തറയിലേക്ക് വരികയും ടു ഇംപ്രൂവ് ഇറ്റ്സ് ക്വാളിറ്റി, അതിൻ്റെ കുറച്ചുകൂടെ ഗുണമേന്മ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 5% സിമെൻറ്റിൻ്റെ ജിപ്സം കൂടെ ആഡ് ചെയ്യുന്നു. ഈ ജിപ്സം റീടാർട്ടഡ് വിച്ച് ഡിലേസ് ദ സെറ്റിംഗ് ആക്ഷൻ ഓഫ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈസ് ഫൈനലി ഗ്രൗണ്ട് സിമെൻറ്റ് ഈ സ്റ്റോർഡ് സോൾസ്, എന്നിട്ട് ഈ ഗ്രൗണ്ടിലുള്ള സിമെൻറ്റിനെ മണ്ണിലേക്ക് സൂക്ഷിക്കുകയും ദെൻ പാക്ഡ് വെയിങ് ആൻഡ് പാക്ഡ് ഇൻ ബാഗ്സ് ബൈ ഓട്ടോമാറ്റിക് മെഷീൻ. സ്വന്തമായി പ്രവർത്തിക്കുന്ന മെഷീൻസിൽ ഇത് ഒരു ബാഗിനകത്ത് 50 കിലോഗ്രാം കണക്കിന് അതിനെ വെയിറ്റ് എടുത്ത് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് എടുക്കുന്നു. ഇത്രയുമാണ് വെറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, സിമെൻറ്റിൻ്റെ വെറ്റ് പ്രോസസ്സ്.